രണ്ടാം ഘട്ടം ബന്ദികളുടെ മോചനം അടുത്ത ശനിയാഴ്ച നടക്കുമെന്ന ഹമാസ് 25-ാം തീയതി 4 പേരുടെ മോചനമായിരിക്കും നടപ്പിലാക്കുക. തുടർന്നുള്ള ഓരോ ശനിയാഴ്ചകളിലും 3 ബന്ദികളുടെ മോചനം നടപ്പിലാക്കുമെന്നും ഹമാസ് അറിയിച്ചു. വെടിനിർത്തൽ നടപ്പിലായതിനു ശേഷം 42-ാം ദിവസം തികയുന്ന വേളയിൽ 14 പേരുടെ മോചനവും സാധ്യമാകുമെന്നുമാണ് ഹമാസിന്റെ അറിയിപ്പിൽ പറയുന്നത്. ഐസൺ ജോസ് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. ഐസൺ, എന്താണ് മറ്റു വിവരങ്ങൾ? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശനിയാഴ്ച നേരത്തെ 3 പേരുടെ മോചനം, അതായത് ഇക്കഴിഞ്ഞ ദിവസമാണ് 3 പേരുടെ മോചനം യാഥാർത്ഥ്യമായത്. ഇനി ഈ ശനിയാഴ്ച അടുത്ത 4 പേരുടെ മോചനം കൂടി സാധ്യമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് ഉള്ള ഓരോ ശനിയാഴ്ചകളിലും 4 ശനിയാഴ്ചകളിലും 3 പേർ വീതം മോചിപ്പിക്കപ്പെടും. അവസാനത്തെ ദിവസം, അതായത് ഈ വെടിനിർത്തൽ കരാറുടെ യാഥാർത്ഥ്യമായതിന്റെ 42-ാം ദിവസം ഇനി ബാക്കിയുള്ള 14 പേരുടെ മോചനവും സാധ്യമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഘട്ടം ഘട്ടമായാണ് മോചനങ്ങൾ നടത്തുക. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇത്രയും പേരുടെ മോചനം സാധ്യമാക്കും. ബാക്കിയുള്ളവരുടെ മോചനം 2ാം ഘട്ടത്തിലും സാധ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 2ാം ഘട്ടത്തിൽ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ മോചന പ്രക്രിയകൾ തുടരാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ശനിയാഴ്ച വരുന്ന ഓരോ ശനിയാഴ്ചകളിലും 4 പേരെ വീതം വിട്ടയക്കാനുള്ള ഒരു തീരുമാനമാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ തീരുമാനത്തെ ഏത് രീതിയിലാണ് ഇസ്രായേൽ കൈക്കൊണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നടപ്പാക്കുക എന്നെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും നിലവിൽ ഈ ബന്ദികളുടെ മോചനം വീണ്ടും തുടരും. എല്ലാ ശനിയാഴ്ചകളിലും അത് ആവർത്തിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഹമാസ്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.